ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ യുവാൻ ചാനിനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. നീ സിഡ്നിനെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഷെയർസ് ഒക്കെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് ഞാനൊട്ടും വിചാരിച്ചില്ലെന്ന് പറയും. മിസ് യുവാൻ, പേഴ്സണൽ വേറെ പ്രൊഫഷൻ വേറെ, ഞാൻ രണ്ടും മിക്സ് ചെയ്യാറില്ല. അതുമല്ലാണ്ട് ഷിൻചല് മേജർ ഷെയർ ഹോൾഡർ ഞാനാണ്. എനിക്ക് മിനിമം ഷെയർ മാത്രമേ ഉള്ളൂ. ഒരു വെല്ലുവിളി പോലും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഭയങ്കര കഷ്ടമായിരിക്കും. ഇതേ ടൈം സിഡ്നിയുടെ കമ്പനിയിലാണ് ഞാൻ ഇത് ഇടുന്നതെങ്കിൽ മൊത്തമായിട്ട് ആ കമ്പനി അവൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുമല്ലാണ്ട് എന്റെ കമ്പനിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയും. ഓ, അപ്പോ നിന്റെ കമ്പനിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കും. മിസ് യുവാൻ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്ലാനും ഇല്ലാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഞാൻ ഈസി ആയിട്ട് തന്നെ നിങ്ങളെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്റെ അടുത്തേക്ക് വന്നല്ലോ, അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എല്ലാം നമ്മുടെ പ്ലാൻ പ്രകാരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. എന്തായാലും കാണാന്നും പറഞ്ഞ് യുവാൻ അവിടെ നിന്ന് പോകും. നേരെ ചെല്ലുന്നത് യാനിനെ മീറ്റ് ചെയ്യാനാണ്. എന്തായാലും കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞ് യാനിന്റെ അടുത്തേക്ക് ചെല്ലും. മതി, നിർത്ത്. നീ ചാനുമായിട്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളും എനിക്കറിയാം. എല്ലാത്തിന്റെയും എവിഡൻസ് എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കും. എന്തായാലും ഈ ഒരു കാര്യം എവിഡൻസോട് കൂടി തന്നെ ഞാൻ ഗ്രാൻഡ് പേനോട് പറഞ്ഞ നീ എന്ത് ചെയ്യും? കമ്പനികൾക്കിടയിൽ ഷെയർസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നോർമലാണ്. പക്ഷേ നീ ചെയ്തത് അങ്ങനെയല്ല. നമ്മുടെ കമ്പനിയുടെ സീക്രട്സ് മുഴുവനായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റർക്ക് ചോർത്തി കൊടുത്തു. നമ്മുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് തന്നെ നീയാണ്. ഈ കാര്യം നീ മറന്നു പോയോ എന്ന് ചോദിക്കും. ഓ, അപ്പോ എല്ലാ കാര്യവും നീ അറിഞ്ഞു. അപ്പോ ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താന്ന് വെച്ചാൽ ചെയ്തോന്നറിയും. ഇല്ല, ഞാനിത് ആരുടെ അടുത്തും പറയാനായിട്ട് പോകുന്നില്ല. മറ്റുള്ളവര് നമ്മുടെ ഫാമിലിനെ നോക്കി ചിരിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതിനു പകരം നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ചാങ്ങിനെ നമ്മുടെ കമ്പനിയുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നിർത്തണം. നീ ഇനി എന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണോ, അല്ലെങ്കിൽ നീ എന്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ? എല്ലാം നിന്റെ ചോയ്സ്. എന്തായാലും നീ ഇഷ്ടപ്രകാരം തീരുമാനിക്ക്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഡാങ്യാൻ മെഡിക്കൽസിലുള്ള നിന്റെ ഷെയർസ് എല്ലാം നീ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നറിയും. ഓ, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. ഉള്ളിന്റെ ഉള്ളില് ഒരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. ലവ് ചെയ്യുന്ന പെൺകുട്ടിനെ പോലും നീ ബിസിനസ്സിലേക്ക് പിടിച്ച് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. ഇപ്പോ അവൾക്ക് നിന്നോടുള്ള ഇൻട്രസ്റ്റും പോയി. ഇനി നീ അവളെ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പോവാണോ, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം പറഞ്ഞു വിടാൻ പോവാണോ? എന്തായാലും നിന്റെ ചോയ്സ് എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. അതേ ടൈം ഞാൻ എന്റെ വീട്ടിൽ കാണിക്കാണ്. ജിൻഷിയുടെ എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം പൂച്ച മാത്രമേ കൂടെയുള്ളൂ. ദാഹ്വാൻ എന്റെ കൂടെ വരുന്നില്ല. ഇനി നീ വേണം അവനെ നോക്കാനായിട്ട്. നീ അവനെ സേഫ് ആയിട്ട് നോക്കിക്കോന്നും പറഞ്ഞ് ഒരു ലെറ്ററും എഴുതി വെച്ച് ഇവൻ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത ചെയിനും കമ്മലൊക്കെ അവിടെ അടിച്ചു വെച്ചിട്ടാണ് ജിൻഷി പോയിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോ ഈ കമ്മല് കളഞ്ഞിട്ട് രണ്ടുപേരും കൂടി അത് തപ്പി നടന്നതും ഉരുണ്ടതും വരണ്ടതും അവസാനം ഈ കമ്മല് കണ്ടുപിടിച്ച് ഇവൻ അവളുടെ ചെവിയിൽ ഇട്ട് കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. പിന്നെ എവിടെ നോക്കിയാലും ജിൻസിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഓർമ്മകളാണ് ഇവന്റെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് വല്ലാണ്ട് ഫീൽ ചെയ്തിരിക്കും. ഇപ്പോ ന്യൂ ഇയറും അടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം പാരന്റ്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞ് ജിൻസി ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലില്ലിയും നാൻസിയും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ലില്ലി, ഈ പ്രാവശ്യം ന്യൂ ഇയർ നീ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഒരു ഐഡിയ ഇല്ല. എന്തായാലും പോകുന്ന പോക്ക് അങ്ങനെ പോവാന്ന് വിചാരിച്ചു എന്നറിയും. അപ്പോ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് വീഡിയോ കോളിൽ ന്യൂ ഇയർ വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലില്ലി അവരുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലും അമ്മ നേരത്തെ വന്നിട്ടുണ്ട്. അമ്മ, നിങ്ങൾ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? വിളിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങളെ കൂട്ടാനായിട്ട് ഞാൻ വരുമായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മയാണെങ്കിലോ, അല്ല മോളെ, മോൾക്കൊരു റിച്ച് ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. നീ എന്തായാലും അവനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്റെ ഗതിയായിരിക്കും നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പുരാണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ അമ്മ, എന്നെ എപ്പോ കണ്ടാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. വേറൊന്നും പറയാനില്ലേന്നും പറഞ്ഞ് അമ്മനെ ചീത്ത പറഞ്ഞ് ലില്ലി അകത്തേക്ക് കയറി പോകും. അതേ ടൈം ഞാനും ലിങ്ങും കൂടെ ഒരു ചെറിയ പിക്നിക് ഒക്കെ കഴിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, സൂപ്പർ സ്ഥലമാണ്. അല്ല നീ എന്താണ് ഒന്നും മിണ്ടാണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. ഞാനാണെങ്കിൽ ഇപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല. ആ, എനിക്ക് മനസ്സിലായി. ജിൻഷിയുടെ വീട്ടില് ഈ ന്യൂ ഇയറിന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലേ. എന്തായാലും അതൊക്കെ വിട്. ലവേഴ്സിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ വരും. അതൊക്കെ നോർമലാണ്. നെക്സ്റ്റ് ടൈം ശരിയാക്കിയാൽ മതി എന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ നിന്ന് ലിങ്ങിന്റെ അടുത്ത്, ജിൻഷി എനിക്ക് നെക്സ്റ്റ് ഒരു ചാൻസ് തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ തരാണ്ട് എവിടെ പോവാനാണ്? അവള് നിന്നെ ലവ് ചെയ്യുന്നുണ്ട്. അതുമല്ലാണ്ട് ഡാങ്ങിയാന്റെ ഫ്യൂച്ചർ പോലും അവളുടെ അടുത്തല്ലേ. പിന്നെ നീ അവളുടെ അടുത്ത് ബിസിനസിനെ പറ്റി മാത്രം സംസാരിക്കാണ്ടിരുന്നാ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോളൂ എന്ന് പറയും.
പക്ഷെ ഞാനാണെങ്കിലും വീണ്ടും അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. അതേ ടൈം നമ്മുടെ ജിസോനെ കാണിക്കാണ്. ലില്ലിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ലില്ലിയുടെ വീട്ടിലേക്ക് ചെല്ലും. കോളിംഗ് ബെൽ അടിച്ചു നോക്കും. പക്ഷെ ലില്ലി ആണെങ്കിലോ വാതിൽ തുറക്കുന്നില്ല. ദൈവമേ, അവളെവിടെ പോയി? ഇനി വീണ്ടും വേറെ ആരോടെങ്കിലും കമ്മിറ്റ് ആയോ? എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും ലില്ലിയും അമ്മയും കൂടി പുറത്തൊക്കെ പോയിട്ട് അങ്ങോട്ടേക്ക് വരും. അപ്പോഴേക്ക് ലില്ലിയുടെ അമ്മ, മോനെ നീ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. വേറെ ആരും അല്ലാണ്ട് ഞാൻ ലില്ലിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ആണ്, ന്യൂ ഇയർ ഗിഫ്റ്റ് തരാനായിട്ട് വന്നതാന്ന് ഇങ്ങനെ പറയും. ഇത് കേട്ട് ലില്ലി മാത്രമല്ല ഞാൻ പോലും ഷോക്കായി. നിങ്ങൾ ഷോക്കായില്ലേ? ഷോക്കായെങ്കിൽ ഒരു സ്മൈലി ഇമോജി കമന്റ് ആയിട്ട് ഒന്നിട്ടിട്ട് പോയിക്കോ. അങ്ങനെ അകത്തേക്ക് കയറിയതിനു ശേഷം ലില്ലി ആണെങ്കിലും മുഴുവൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോഴേക്കും ജിസോ അടുത്തേക്ക് വരും. നിന്റെ അമ്മ നിന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ അമ്മേനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞതാണ്. എന്തായാലും ഇതൊരു നുണയല്ലേ, നീ അങ്ങനെയായിട്ട് എടുത്താൽ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലില്ലിയും ഒന്ന് ചിരിക്കും. എന്തായാലും അമ്മയുടെ അടുത്ത് ചെന്ന് പെടാണ്ട് നോക്കുന്നറിയും. ആ ഓക്കെ ഓക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ലില്ലിയുടെ അമ്മ ജിസോനെ വിളിക്കും. അല്ല മോനെ, നീ ലില്ലിയുടെ ലവർ ആണെന്നും പറഞ്ഞാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നിന്റെ കാര്യം ലില്ലി എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ലാന്ന് പറയും. അതെ, വേറൊന്നും ആയിരിക്കില്ല ആന്റി, വലിയൊരു ബ്രേക്കപ്പിൽ നിന്ന് അവൾ ഇപ്പോഴല്ലേ കരകയറി വന്നത്, അതുകൊണ്ടായിരിക്കും. ഞാനാണെങ്കിലോ അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെയാണ് ലില്ലിനെ ഇഷ്ടപ്പെട്ടത് ആ ഒരു കഥയൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടോണ്ടിരിക്കും. എന്റെ ദൈവം, ഇവൻ എന്തൊക്കെ കഥയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് ലില്ലിയും ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും. അതേ ടൈം ജിൻഷി അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഇവളൊറ്റക്ക് വരുന്ന കാണുമ്പോ തന്നെ അമ്മ, നീ എന്താണ് മോളെ ഒറ്റക്ക് വന്നത്? നിന്റെ കൂടെ യാൻ മോൻ വന്നില്ലേന്ന് ഞാൻ ചോദിക്കും. ഇല്ല, അവസാന ടൈം ആയപ്പോ അവന് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിന്ന് നുണയും പറഞ്ഞ് ജിൻഷി അകത്തേക്ക് കയറി പോകും. അമ്മയ്ക്കാണെങ്കിലോ ജിൻഷിയുടെ ഫേസ് കണ്ട് വല്ലാത്ത സങ്കടം വരും. അങ്ങനെ തന്നെ ജിൻഷിയുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും. എന്താണെന്നറിയില്ല, അവളുടെ ഫേസ് ഒക്കെ മാറിയിരിക്കുവാണ്. അതുമല്ലാണ്ട് അവൾ ഒറ്റക്കാ വന്നത്, ഞാൻ കൂടെ വന്നില്ല എന്ന് പറയും. നീ എന്തായാലും അവളുടെ അടുത്ത് എന്താ കാര്യമൊന്ന് ചോദിക്കാനൊന്നും നിൽക്കണ്ട, അവൾക്ക് ചിലപ്പോ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എന്തായാലും നമ്മുടെ അടുത്ത് പറയൂന്നും പറഞ്ഞ് അമ്മേനെ സമാധാനിപ്പിച്ചോണ്ടിരിക്കും. അതേ ടൈം ഞാനാണെങ്കിലോ ഗ്രാൻഡ്പനെ മീറ്റ് ചെയ്യാനായിട്ട് പോയേക്കുവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും തോട്ട്സ് ഒക്കെ വേറെ വേറെയാണെന്ന്, ഇപ്പൊ തന്നെ എല്ലാം തീർന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊന്നും തീർന്നിട്ടില്ല ഗ്രാൻഡ്പ, ഞങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു ലവ് ഉണ്ട്, ഞങ്ങൾ വീണ്ടും ഒരുമിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഗ്രാൻഡ്പ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു എന്ന് ഞാനും പറയും. അതേ ടൈം ജിൻഷിനെ കാണിക്കാണ്. ന്യൂ ഇയർ ആണല്ലോ, 3 പേരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ജിൻഷി ആണെങ്കിലും ഭയങ്കര ഡള്ളാണ്. പക്ഷെ ജിൻഷിയുടെ ഫാദറും അമ്മയും കൂടി ഒരുപാട് ഫുഡൊക്കെ ജിൻഷിക്കായിട്ട് വെച്ചു കൊടുക്കും. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാവും പറയും. ആ എനിക്കറിയാന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. എനിക്ക് എന്തായാലും ഫയർ വർക്ക്സ് കാണാനായിട്ട് പോണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് ജിൻഷിയുടെ പാരന്റ്സും അതിന് സമ്മതിക്കും. അതേ ടൈമിന് ലിങ്ങിനെയും ലിങ്ങിന്റെ അമ്മേനെയും കാണിക്കാണ്. ന്യൂ ഇയർ ആണല്ലോ, പടക്കമൊക്കെ പൊട്ടിച്ച് അമ്മയും മോനും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ആ ടൈമിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനെന്നെ കാണുമ്പോ തന്നെ ലിങ്ങിന്റെ അമ്മ ഓടിച്ചെല്ലും. വാ മോനെ വാ, നമുക്ക് ഒരുമിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം വാന്ന് പറയും. ഇല്ലാണ്ടി ഞാൻ കുറച്ച് ടയേർഡാണ്, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ അമ്മ, എന്ത് പറ്റിയടാ ഇവ വീണ്ടും പഴയ പോലെ ആയോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, ചെറിയൊരു പ്രശ്നം, അല്ലാണ്ട് വേറൊന്നുമില്ല, പുള്ളിക്കാരൻ ഓക്കെ ആയിക്കോളൂ, എനിക്കറിയാം. അമ്മ ആദ്യം ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കാം വാദം പറഞ്ഞ് എന്റെ മേളിലേക്ക് നോക്കും. അയ്യോ അമ്മ, ദേ മുകളിലേക്ക് നോക്കി ഒരു വലിയ ക്രാക്കർ പോകുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞ് അമ്മേനെ എല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. ആ ടൈമിനാണ് ഞാൻസിന്റെ അടുത്ത് നിന്നും ലിങ്ങിന്റെ അമ്മക്ക് ഒരു വീഡിയോ മെസ്സേജ് വരുന്നത്. ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ മെസ്സേജ് ആണ്. അത് നല്ല എനർജറ്റിക് ആയിട്ടും നല്ല ക്യൂട്ടായിട്ടൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ലിങ്ങിന്റെ അമ്മക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ തന്നെ ലിങ് അവന്റെ ഫോണിലേക്ക് നോക്കും. നാൻസിയുടെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഇതെന്താണ്, എനിക്കൊരു ന്യൂ ഇയർ വിഷ് പോലും അവള് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. നിനക്കൊക്കെ എങ്ങനെയാ അവള് ചെയ്യുന്നത്? അവളെ എന്റെ ചെല്ല കുട്ടിയാണ്, അതുകൊണ്ടാണ് എനിക്ക് തന്നെയെന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് അകത്തേക്ക് പോകും. അപ്പൊ തന്നെ ലിങ് നാൻസിക്ക് മെസ്സേജ് അയക്കും. എനിക്കൊന്ന് ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഓ ഓക്കെ, വിഷ് ചെയ്തേക്കാന്നും പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് അയക്കും. അതിന്റെ കൂടെ തന്നെ ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എടുത്തിട്ട് അയച്ചതാന്ന് പറയും. അയ്യോ എന്റെ ചെല്ലക്കുട്ടിക്ക് ഞാൻ അയച്ചു തരാണ്ട് വേറെ ആരാ അയച്ചു തരാനാന്നും പറഞ്ഞിട്ട് പൂത്തിരിയും മത്താപ്പൊക്കെ കത്തിച്ച് നമ്മുടെ ലിങ്കാണെങ്കിലും വളച്ച് വളച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കും. അതേ ടൈം ജിൻഷിനെ കാണിക്കാണ്. കഴിഞ്ഞ ഇയർ ഫയർ വർക്ക്സ് കാണാനായിട്ട് ഞാനും ജിൻഷിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോയില്ലേ, അതേ സെയിം സ്ഥലത്താണ് ജിൻഷി ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ ന്യൂ ഇയറിന് രണ്ടുപേരും കൂടി ഫയർ വർക്ക്സ് ഒക്കെ കണ്ടില്ലേ, ആ കാര്യം ആലോചിച്ച് വല്ലാണ്ട് വിഷമിച്ചിരിക്കും. അതേ ടൈം തന്നെ ഞാനും ഈ ഒരു ഇൻസിഡന്റ് തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ ടൈമിനാണ് കതക് തുറക്കെന്നും പറഞ്ഞ് വല്ലാത്ത സൗണ്ട് പുറത്തു നിന്ന് കേൾക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ ചെന്ന് വാതിൽ തുറക്കും. വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഈസോയും ആണ്. എടാ നീ എപ്പോഴാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്തത്? ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, അവസാനമാണ് ഞാൻ പുറത്തു നിന്ന് ഒച്ച വെച്ചത്. ഇതിന്റെ പാസ്വേഡ് എന്താണടാന്ന് എന്നെ ചോദിക്കും.
വേറൊന്നുമല്ല, ജിൻഷിയുടെ ബർത്ത്ഡേ ഡേറ്റ് ആണെന്നും പറഞ്ഞ് വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കും. നീ സങ്കടപ്പെടണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ഈ സെയിം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനും ലില്ലിയുടെ കൂടെ ഈ ന്യൂ ഇയറിന് എന്റെ നാട്ടിലേക്ക് പോയി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇപ്പോ ഞങ്ങൾക്കിടയിലും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വന്നു എന്ന് പറയും. അങ്ങനെയല്ലടാ, എനിക്ക് അവളെ കാണാനായിട്ട് തോന്നുന്നു, പക്ഷെ എനിക്കിപ്പോ അവളെ കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയും. നീ എന്തിനാടാ അതിനെ സങ്കടപ്പെടുന്നത്? എന്തൊക്കെ വന്നാലും ജിൻഷി നിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം. ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ ഇല്ലേ, അതിനെന്തായാലും ജിൻഷിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ നിനക്ക് അവളെ കാണാലോ. എനിക്കാണെങ്കിലോ ലില്ലിനെ കാണാനേ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോഴാണ് എനിക്ക് ദാഹ്വാന് ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞ് ദാഹ്വാനെ അന്വേഷിക്കും. പക്ഷെ അവിടെയെങ്ങും പൂച്ചനെ കാണാനില്ല. അവൻ എവിടെ പോവാനാടാ? അവൻ ഇവിടെ തന്നെ ഉണ്ടാകും. വാതിലൊന്നും ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ അവൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയും. അപ്പോഴാണ് ഞാൻ ഓടിച്ചെന്ന് വാതിൽക്കലേക്ക് നോക്കുന്നത്. വാതിലാണെങ്കിലും ഓപ്പൺ ആക്കി കിടക്കുവാണ്. അപ്പൊ തന്നെ രണ്ടുപേരും കൂടി ഡാഹ്വാനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഞാനാണെങ്കിലും ഭയങ്കര ടെൻഷനായിട്ടാണ് നോക്കുന്നത്. ആ ടൈമിന് ഡാഹ്വാൻ ഒരു ചെറിയ തോടിന്റെ അപ്പുറത്ത് നിൽക്കുവാണ്. ഇത് കാണുമ്പോ തന്നെ നമ്മുടെ ചാടിയൊക്കെ ഇറങ്ങും. എന്ത് പണിയാടാ നീ കാണിക്കുന്നത്? അങ്ങനെയൊന്നും പോവല്ലേ, ദേ ഇവിടെ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിലൂടെ പോകുന്ന ഈസോയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ ആ വെള്ളമൊക്കെ മുറിച്ചു കടന്ന് എങ്ങനെയൊക്കെ ഡാഹ്വാനെ പൊക്കിയെടുക്കും. ഡാഹ്വാനെ കയ്യിലേക്ക് എടുക്കുമ്പോഴാണ് യാനിന്റെ ശ്വാസം പോലും നേരെ വീഴുന്നത്. ആകെ ടെൻഷനിലായിരുന്നു പുള്ളി. ഇത് കാണുമ്പോഴേക്കും ഈസോയിന് വല്ലാണ്ടാകും. അങ്ങനെ രണ്ടുപേരും കൂടി ഡാഹ്വാനെയും കൂട്ടി വീട്ടിലേക്ക് വരും. നീ എന്തായാലും റെസ്റ്റ് എടുക്ക്, ഡാഹ്വാൻ ഇപ്പോ നിന്റെ കയ്യിലില്ലേ, ഞാൻ എന്തായാലും പോവാന്നും പറഞ്ഞ് ഈസോയി അവിടെ നിന്ന് പോകും. ഞാനാണെങ്കിലോ ഡാഹ്വാനെ മടിയിലെടുത്ത് വെച്ച്, എനിക്കറിയാം നീ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഞാനും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് അവൾക്കൊരു ന്യൂ ഇയർ വിഷസ് അഴക്കാന്നും പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഡാഹ്വാന്റെ കൈ കൊണ്ട് സെൻഡ് ചെയ്ത് വിടും. ഈ ഒരു മെസ്സേജ് ജിൻഷി കാണുന്നുണ്ട്. എന്നാലും ഒരു റിപ്ലൈയും കൊടുക്കാണ്ട് ഫോൺ മാറ്റി വെച്ചിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഓഫീസിലേക്ക് വരും. അപ്പോഴേക്കും അസിസ്റ്റന്റ് വന്ന് ജിൻഷിയുമായിട്ട് ഇനി അടുത്ത ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയും. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. അയ്യോ, അരമണിക്കൂർ ഇനിയും ബാലൻസ് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇനി ടൈം ഇല്ല എന്നാണോ ഞാൻ പറഞ്ഞത്? ഇനി തെറ്റിപ്പോയെന്നും പറഞ്ഞ് അസിസ്റ്റന്റും ഞാൻ പോകുന്നത് നോക്കി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഞാനാണെങ്കിലോ അരമണിക്കൂർ മുന്നേ മീറ്റിംഗ് റൂമിൽ ഇരിക്കുവാണല്ലോ. പുറകെ വരുന്നവരെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. ഇനി ഞാൻ ലേറ്റ് ആയോ എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം ആളുകളെല്ലാം വന്നിരുന്നതിന് ശേഷം നമുക്ക് എന്നാ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നറിയും. ഇല്ലില്ല മിസ് ജിൻഷി ഇതുവരെ വന്നിട്ടില്ല. ജിൻഷി വന്നതിന് ശേഷം നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നറിയും. ഇല്ല മിസ്റ്റർ ജിൻഷിക്ക് പാടില്ല എന്നും പറഞ്ഞു നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിരുന്നു. മിക്കവാറും ജിൻഷി വരില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ യാനിന് ഭയങ്കര അപ്സെറ്റ് ആകും. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതേ ടൈം ഞാനാണെങ്കിലോ ജിൻഷി പറഞ്ഞ കാര്യം ആലോചിച്ച് ഇങ്ങനെ എടുക്കും. ഈ ഒരു ബർത്ത്ഡേക്ക് ഇപ്പോ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇനി വരുന്ന എല്ലാ ബർത്ത്ഡേക്കും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ജിൻഷി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം ആലോചിച്ച് വല്ലാണ്ട് വിഷമിച്ചിരിക്കും. ഞാൻ തന്നെ അവളെ ഹേർട്ട് ചെയ്തു. ഞാൻ കാരണമാണ് അവളിപ്പോ ഇങ്ങോട്ടേക്ക് പോലും വരാത്തെന്നും പറഞ്ഞ് ജിൻഷി ഇരിക്കേണ്ട ആ ഒരു ചെയറിലേക്ക് നോക്കി വല്ലാണ്ട് വിഷമിച്ചിരിക്കും. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ഞാനാണെങ്കിലോ ജിൻഷിക്ക് കോൾ ചെയ്യും. പക്ഷെ ഈ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവൾ എന്റെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തു എന്നും പറഞ്ഞ് വീണ്ടും സങ്കടമാകും. അതേ ടൈം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ലില്ലിയും ജിസോയും കൂടി ഓഫീസിലേക്ക് വരുമ്പോ അവിടെ എല്ലാവരും സങ്കടത്തിലിരിക്കുവാണ്. ഇത് കാണുമ്പോ ഇവരും എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. ജിൻഷിയുടെ അടുത്ത് നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് മെയിൽ എടുത്ത് കാണിച്ചു കൊടുക്കും. ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഒരുമിച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. സാങ്, ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് നീ ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് കഷ്ടങ്ങള് ഞങ്ങളുടെ കൂടെ അനുഭവിച്ചിട്ടുണ്ട്. അതുമല്ലാണ്ട് നൂഡിൽസ് കഴിക്കാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാലും അധികം നൂഡിൽസ് കഴിക്കുന്നതും നിന്റെ ബോഡിക്ക് നല്ലതല്ല. എന്നാലും എപ്പോഴും നിനക്ക് നൂഡിൽസ് കഴിക്കാനായിട്ടുള്ള ഒരു കൂപ്പൺ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയും. അതേ ടൈം സഷ, നീയും ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്തതാണ്. എന്നാലും ജോബ് സെറ്റ് ആയില്ല എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. പിന്നീട് നീ തിരിച്ചു വന്ന് ജോയിൻ ചെയ്തു. നീ ഒരുപാട് ഹെൽപ്പ് ഞങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിനക്ക് വേണ്ടിയിട്ടും ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ 3D പ്രിന്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്ത ബുക്സ് ഒക്കെയാണ്. ഇത് നിനക്ക് ഉപകാരപ്പെടുമെന്നും പറഞ്ഞ് ആ ബുക്ക് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം മിഷൻ റിപ്പയർ ചെയ്ത പയ്യനെ ഗ്രാജുവേറ്റ് ആയ ഉടനെ തന്നെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചെങ്കിലും പിന്നീട് നീ അത് ശരിയാക്കി മുന്നേറി വന്നു. നിനക്കും ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ടാബാണ്, അത് നിന്റെ ഡ്രോയറിൽ ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ അവനും ആ ഡ്രോയർ തുറന്നു നോക്കും. അതേപോലെ നീന. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റ് നമ്മുടെ ജിൻഷി അയച്ചു കൊടുത്തിട്ടുണ്ട്.
എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.